കോൺഗ്രസിൻ്റെ മുന്നണി ഇന്ത്യ യൂണിയന് ആത്മാവ് വന്നിനില്ല, വരാൻ പോകുന്നേയുള്ളൂ. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിജയം ആ മുന്നണിക്കുണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ അർത്ഥം ഇന്ത്യ ഭരിക്കുമെന്നല്ല. ഇന്നലെ വരെ എത്രമാത്രം പിറകിലാണോ ആ മുന്നണി, അത് ഒരുപാട് മുമ്പോട്ടേക്ക് കയറി വരുന്നിട്ടുണ്ട് എന്നുള്ളത് അടുത്ത ഓരോ സംസ്ഥാനത്തെയും തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യ മുന്നണി രാജ്യം ഭരിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് എന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നു. ഇന്നലകളിലുള്ളതിനേക്കാൾ നില മെച്ചപ്പെടുത്തും. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് ആത്മാവ് കൈവന്നിട്ടില്ല എന്നും സുധാകരൻ പറയുകയാണ്. വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ ചേർന്നു നമുക്കൊപ്പം. നിഖിൽ, ഇന്നലെ എക്സിറ്റ് പോൾ വന്നപ്പോൾ 100-ലധികം സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടുമെന്നാണ് എല്ലാ എക്സിറ്റ് പോളുകളും പ്രവചിച്ചിരിക്കുന്നത്. ഇപ്പോൾ കെ സുധാകരന്റെ പ്രസ്താവന, അതായത് ഇന്നലകളിലുള്ളതിനേക്കാൾ ഇന്ത്യ സഖ്യം നില മെച്ചപ്പെടുത്തും, കോൺഗ്രസ് നില മെച്ചപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഒരു റിയാലിറ്റി ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രതികരണമായി മാത്രം ഇതിനെ കണക്കാക്കാം അല്ലെ? സുധാകരന്റെ ഈ പരാമർശത്തിൽ ഒരു വൈരുദ്ധ്യം നമുക്ക് എടുത്തു പറയാവുന്നത്, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളെല്ലാം തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾക്കനുസരിച്ചായിരിക്കില്ല തെരഞ്ഞെടുപ്പ് ഫലം വരിക എന്നും 295ഓളം സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നും പറയുമ്പോഴാണ് ഇന്ത്യ മുന്നണി മുന്നേറ്റം ഉണ്ടാക്കുമെങ്കിൽ പോലും ഭരണത്തിൽ വരും എന്നൊന്നും പറയാനാവില്ല എന്നൊരു നിലപാട് കെ സുധാകരൻ പറയുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ പറയേണ്ടത്. അദ്ദേഹം അതിൽ ഉപയോഗിച്ച വാക്ക് തന്നെയാണ് ഇന്ത്യ മുന്നണിക്ക് ആത്മാവ് കൈവന്നിട്ടില്ല ഇതുവരെ എന്ന് തന്നെയാണ് കെ സുധാകരൻ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്ത ദിവസങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തനം സജീവമായി നടന്നു. പക്ഷേ അത് ഒരു ഭരണത്തിലേക്ക് NDA മുന്നണിയെ അട്ടിമറിച്ച് ഭരണത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിയെന്ന കാര്യത്തിലുള്ള സംശയം തന്നെയാണ് കെ സുധാകരന്റെ വാക്കുകളിലൂടെ അദ്ദേഹം പ്രകടമാക്കുകയും ചെയ്യുന്നത്. ഇത്തവണ ഇന്ത്യ മുന്നണി നിലവിലെ സാഹചര്യത്തിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകും, പക്ഷേ അധികാരത്തിലേക്ക് വരുമെന്നൊന്നും പറയാവുന്ന ഒരു സാഹചര്യം അല്ല എന്ന് തന്നെയാണ് കെ സുധാകരൻ പറഞ്ഞു വയ്ക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ കോൺഗ്രസിന്റെ മറ്റു നേതാക്കളെ പോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വിശ്വാസമില്ല എന്ന കാര്യം കൂടി കെ സുധാകരൻ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെ കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന തരത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് കെ സുധാകരന്റെ ഉത്തരം ഒരുപക്ഷെ അതും വളരെ പ്രാധാന്യമുള്ള ഉത്തരമായിരുന്നു. ഇത്തവണ ഏതായാലും കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് കരുതി നാളെ കേരളത്തിൽ BJP അധികാരത്തിൽ വരില്ല എന്ന് പറയാനാവില്ല എന്നുകൂടി കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നുണ്ട്. ശരി നിഖിൽ, എന്താണെങ്കിലും എക്സിറ്റ് പോൾ ഫലങ്ങളെ തള്ളുമ്പോഴും രാജ്യം ഇന്ത്യ മുന്നണി ഭരിക്കും എന്ന് പ്രതീക്ഷിക്കരുതെന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു വെക്കുന്നത്. എന്നാൽ നില മെച്ചപ്പെടുത്തുമെന്നും അദ്ദേഹം പറയുന്നു. നിഖിലാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.